ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിമിറ്റ്ലെസ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു ഫംഗ്ഷൻ കവർ ചെയ്യാനാണ്. ഈ ഫംഗ്ഷൻ്റെ പേര് വളകാപ്പ്. എനിക്കെപ്പോഴും ചെറിയ ഫംഗ്ഷൻസ് കവർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫാമിലി ഫംഗ്ഷൻ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലി ഫംഗ്ഷൻസ്. പിന്നെ ഇത് ഫേവറേറ്റ് ആവാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ വൈഫും കൺസീവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ കുറച്ച് ആൾ കഴിഞ്ഞ് നടത്തണം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലിറ്റിൽ ബ്രദർ, അവൻ്റെ ഫംഗ്ഷനാണ്, ലക്ഷ്മൺ. അപ്പോൾ ഇതൊരു നമ്മുടെ ഫേവറേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഫംഗ്ഷൻസിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ്, നമ്മുടെ ചെറിയ പ്ലാനിങ്, നമ്മൾ ഇന്നർ പ്ലാനിങ്സ് ആണ് കേട്ടോ. നമ്മളല്ലാതെ ക്ലയൻറ്റിനോട് ഷെയർ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്നതല്ല. ചെറിയൊരു ഫംഗ്ഷനാണ്. അത് നമ്മൾ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം, എങ്ങനെ മെമ്മറബിൾ ആക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്താണ് വളകാപ്പ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണം. പിന്നെ ഞാൻ കോയമ്പത്തൂരും അവിടെ വർക്ക് ഓഫീസൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ആ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ക്ലയൻറ്റിനെയും കൂടി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ പരിപാടിനെ കുറിച്ച്. കാരണം ചിലപ്പോൾ അവരും സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കണ്ടൊക്കെയായിരിക്കും ചിലപ്പോൾ ഈ ഫംഗ്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ മീനിങ്സ് എന്നൊക്കെ ഉള്ള കാര്യം ക്ലയൻസിനൊന്ന് ഷെയർ ചെയ്യാം നമ്മൾ. പിന്നെ അതിന് മുമ്പ് ഫംഗ്ഷന് നമ്മൾ ആദ്യം വന്ന് അവരുടെ വീടും സ്ഥലവും എവിടെയാണ് ഈ ഇത് നടക്കണം എന്നുള്ള പരിപാടികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വീടിനകത്താണോ? അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഒന്ന് വരുന്നു, വളയിടുന്നു, മാലയിടുന്നു, പിന്നെ ബാംഗിൾസ് ചെയ്യുന്നു. ഇതൊരു ബ്ലെസ്സിങ് ആണ്, ഒരു പ്രീ ബർത്ത് ബ്ലെസ്സിങ് എന്നാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു മീനിങ്സ് ഒക്കെ വരുന്നത്. ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഫംഗ്ഷനായിരുന്നു. അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ. പിന്നെ അതിന് ശേഷം നമുക്ക് ഫോട്ടോസ് ഫംഗ്ഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ കവർ ചെയ്യാം. വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രം എടുത്ത് പോവാം, അല്ലെങ്കിൽ വീഡിയോസ് മാത്രം എടുത്ത് അങ്ങനെ ഡെലിവർ ചെയ്യാം. അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി ഇമോഷണലായി കുറച്ചും കൂടി ഒരു സ്റ്റോറി ടെല്ലിങ് ആ രീതിയിൽ നമുക്ക് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ പുറത്തുള്ള അകത്തുള്ള കുറച്ചും കൂടി ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഫീലിങ്സുകൾ നമുക്ക് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ആദ്യം ഫസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റുകൾ അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ ലക്ഷ്മണനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ കോമൺ ഇൻട്രസ്റ്റ് തന്നെയാണ് കാറുകൾ. ലക്ഷ്മണൻ്റെ ഒരു നൈസ് കളക്ഷൻ ഉണ്ട്. ലക്ഷ്മണൻ്റെ ഒരു ഫിയറ്റ് യൂനോ ഉണ്ട്, പിന്നെ ഒരു E87 ഉണ്ട്, പിന്നെ ഒരു E46 ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേയൊക്കെ അവൻ്റെ ഇൻട്രസ്റ്റുകളും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഈ പ്രീ ബർത്ത് പരിപാടിയായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം നമുക്കൊക്കെ കുട്ടികളും കാറുകളൊക്കെ ഏകദേശം ഒരേ ഫീലുള്ള ആൾക്കാരാണ്. പിന്നെ ഈ ഫംഗ്ഷനുള്ളിൽ നമുക്കിപ്പോൾ ഞാൻ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ് ആണ്. അതൊക്കെ എൻ്റെ മൈൻഡിൽ നടക്കുന്ന പ്ലാനിങ് ആണ്. അപ്പോൾ വെഡ്ഡിങ്സിനാകുമ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ് കവർ ചെയ്യാൻ പോകുമ്പോൾ വേറെ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷേ ആ തോട്ട്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. വെഡ്ഡിങ് സാരിയാണ് നമ്മളിതിൽ ഉടുക്കുന്നത്. അപ്പോൾ വെഡ്ഡിങ് സാരി എടുക്കുമ്പോൾ ആ വെഡ്ഡിങ് സാരിയുടെ മെമ്മറീസ് നമുക്ക് വേണമെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാം. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ വേറെ ഡിസ്കഷനിൽ വന്നതാണ് ഇത് കൺസീവ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വേണമെങ്കിൽ ഫാമിലീസിൻ്റെ ഇൻപുട്സ് എടുത്ത് നമുക്ക് അത് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കും നമുക്ക് ഒരു ഫിലിമിങ് ചെയ്യുമ്പോൾ. പിന്നെ എന്തായാലും ഇവരുടെ എടുത്ത് എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കാറിലാണ് ഡ്രൈവാണ് പോകുന്നത്. അപ്പോൾ ഇവരെ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഡ്രൈവ് മെമ്മറീസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോവും. അവരുടെ ഒരു വോയിസും കൂടിയും അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ടും കൂടിയും കിട്ടിയാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് ആയി പോകുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഈ ഒരു ഫിലിമിങ് ചെയ്യുമ്പോൾ നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ നല്ലൊരു DOP വേണം, ഒരു സിനിമാറ്റിക് ഫീലിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് അഭിലാഷ് ശങ്കറിനെയാണ്. ഇപ്പോൾ അഭിലാഷ് ശങ്കറാണെങ്കിൽ തല്ലുമാല, പിന്നെ കെട്ടുളൻ മാലാക, അതിനകത്ത് ഇപ്പോൾ PUBGയുടെ ആഡൊക്കെ ചെയ്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഫംഗ്ഷനൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വന്ന് അവൻ ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ മെൻ്റൽ പ്ലാനിങ്സുകൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വെഡ്ഡിങ്സിനും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് നല്ല ഫിലിംസൊക്കെ ചെയ്യുക. ബാക്കി നമ്മൾ ചെന്ന് പോയിട്ട് സിറ്റുവേഷനിൽ കിട്ടുന്നതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളതൊന്നും കിട്ടിയില്ലെന്ന് വരാം. കാരണം ഇനീഷ്യൽ പ്ലാനിങ്ങിൽ ഞാനൊരു ഫസ്റ്റ് ഷോട്ട് വീടിൻ്റെ ഒക്കെ കാണിക്കുമ്പോൾ ഇവൻ കാറ് കഴിക്കുന്ന ഒരു പരിപാടിക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിന് ശേഷമാണ് മഴ എന്നുള്ളൊരു പരിപാടി വന്ന് പന്തലിട്ട് ഫുൾ ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ആ പ്ലാൻ മാറി. നമ്മൾ വേറെ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പല പ്ലാനിങ് ഉണ്ടായിരിക്കും, അത് മാറും. അപ്പോൾ പ്ലാൻ B നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷൂട്ടിംഗ്. താങ്ക് യു.